നമസ്കാരം. യമനിൽ വധശിക്ഷ ഒരു നിയമപരമായ ശിക്ഷയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വധശിക്ഷകൾ നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് യമൻ. സാധാരണയായി വെടിവെച്ചാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. ചിലപ്പോൾ ഇത് പരസ്യമായി ചെയ്യാറുമുണ്ട്. പ്രസിഡന്റിനാണ് വധശിക്ഷയിൽ ഇളവ് വരുത്താനുള്ള അധികാരമുള്ളത്. കൂടാതെ കോടതികൾ വിധിക്കുന്ന എല്ലാ വധശിക്ഷകളും നടപ്പാക്കുന്നതിന് മുൻപ് പ്രസിഡന്റ് അംഗീകരിക്കാം. 2014 മുതൽ രാജ്യത്തിന്റെ വടക്കും വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളും തീവ്രവാദ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലാണ്. ഈ പ്രദേശങ്ങളിൽ വധശിക്ഷയുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുമുണ്ട്. യമനിലെ നിയമവ്യവസ്ഥ ഒരു ത്രിതല ഘടനയിലാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും താഴെ തലത്തിൽ കോടതി ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റൻസസ് എന്ന് അറിയപ്പെടുന്ന പ്രാഥമിക കോടതികളാണുള്ളത്. ക്രിമിനൽ, സിവിൽ, വാണിജ്യ, വ്യക്തിഗത കാര്യങ്ങൾ, സൈനിക കോടതി കേസുകൾ, കൂടാതെ തട്ടിക്കൊണ്ടുപോകൽ, മോഷണം പോലുള്ള പ്രത്യേക കേസുകൾ എന്നിങ്ങനെ എല്ലാത്തരം കേസുകളും ഈ കോടതികൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രാഥമിക കോടതികളിലെ വിചാരണകൾക്ക് ശേഷം പ്രതിക്കും ഇരയുടെ ബന്ധുക്കൾക്കും അപ്പീൽ കോടതിയിൽ നൽകാൻ അവസരമുണ്ട്. അപ്പീൽ കോടതിക്ക് ശിക്ഷകൾ കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള വിപുലമായ അധികാരങ്ങളുമുണ്ട്. അന്തിമമായി നിയമപരമായ തർക്കങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ യമൻ സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. യമനിൽ ജൂറി വിചാരണകൾ നിലവിലില്ല. കേസുകൾ വ്യക്തിഗത ജഡ്ജിമാരാണ് തീരുമാനിക്കുന്നത്. യമൻ ഭരണഘടന അധികാര വിഭജനം ഉറപ്പാക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമായി നീതിന്യായ വ്യവസ്ഥ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന് കീഴിലാണ്. സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ അഥവാ SJC എന്നൊരു ചെറിയ സമിതിയെ ഫെഡറൽ സർക്കാർ യമൻ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാൻ നിയമിച്ചിട്ടുണ്ട്. സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ യമൻ പ്രസിഡന്റിനോട് മാത്രമാണ് ഉത്തരവാദിത്തമുള്ളത്. കൂടാതെ ജുഡീഷ്യൽ മേൽനോട്ടം ഇല്ലാതെ ജഡ്ജിമാരെ നിയമിക്കാനും പിരിച്ചുവിടാനും ഇതിന് അധികാരമുണ്ട്. പ്രസിഡന്റ് എല്ലാ വധശിക്ഷകളും അംഗീകരിച്ചതിന് ശേഷം മാത്രമേ നടപ്പാക്കൂ. കൂടാതെ വധശിക്ഷ തടയാൻ അധികാരമുള്ള ഒരേ ഒരു വ്യക്തിയും പ്രസിഡന്റാണ്. യമൻ ഇസ്ലാമിക നിയമവ്യവസ്ഥയായ ശരീഅത്ത് നിയമം പ്രയോഗിക്കുന്നുണ്ട്. ഇത് രാജ്യത്തെ എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനമായി വർത്തിക്കുന്നുമുണ്ട്. സ്വർഗരതി, നിന്ദ, മതനിന്ദ തുടങ്ങിയ അഹിംസാത്മകമായ പല കുറ്റങ്ങൾക്കും വധശിക്ഷ ശരീഅത്ത് നിയമത്തിലെ കർശനമായ വ്യാഖ്യാനങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇസ്ലാമിക നിയമവ്യവസ്ഥയുടെ മറ്റൊരു വശം ഖിസാസാണ്. നിയമപരമായ പ്രതികാരം എന്ന നിലയിൽ ഒരു കൊലപാതക കേസിലെ ഇരയുടെ ബന്ധുക്കൾക്ക് പ്രതിക്ക് വധശിക്ഷ ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ കുറ്റങ്ങൾക്ക് മാപ്പ് നൽകാനോ ഓപ്ഷനുമുണ്ട്. എന്നിരുന്നാലും ഇത് എത്രത്തോളം നടപ്പാക്കുന്നു എന്നത് തർക്കവിഷയം കൂടിയാണ്. കാരണം ഇരകളുടെ കുടുംബങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായിട്ടും യമൻ നീതിന്യായ വ്യവസ്ഥ വധശിക്ഷകൾ നടപ്പാക്കിയതായി ആരോപണങ്ങളുണ്ട്. മറുവശത്ത് ബന്ധുക്കളുടെ സമ്മർദ്ദം കാരണം പ്രസിഡന്റ് ആദ്യം നൽകിയ മാപ്പ് റദ്ദാക്കി വധശിക്ഷ വീണ്ടും നടപ്പാക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. കൊലപാതകം, ബലാത്സംഗം, തീവ്രവാദം തുടങ്ങിയ അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷയുണ്ട്. എന്നാൽ വ്യഭിചാരം, സ്വവർഗരതി ഉൾപ്പെടെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ, സ്വവർഗഭോഗം, വേശ്യാവൃത്തി, മതനിന്ദ, മതപരിത്യാഗം തുടങ്ങിയ ശരീഅത്ത് അല്ലെങ്കിൽ ഹുദൂദ് കുറ്റകൃത്യങ്ങൾക്കും വധശിക്ഷ ഉപയോഗിക്കുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, അക്രമാസക്തമായ കവർച്ച, മയക്കുമരുന്ന് കടത്ത്, കൊള്ള, മരണത്തിന് കാരണമാകുന്ന സ്വത്ത് നശിപ്പിക്കൽ, ചില സൈനിക കുറ്റകൃത്യങ്ങൾ, ഉദാഹരണത്തിന് ഭീരുത്വം, ഒളിച്ചോട്ടം അല്ലെങ്കിൽ തെറ്റായ വധശിക്ഷയ്ക്ക് കാരണമാകുന്ന കള്ളസാക്ഷ്യം, ചാരപ്രവർത്തനം, രാജ്യദ്രോഹം എന്നിവയ്ക്കും വധശിക്ഷ ലഭിക്കാൻ സാധ്യതകളുണ്ട്. വടക്കൻ യമനിലെ ഹൂതി ഭരണത്തിൽ കീഴിൽ സ്വവർഗഭോഗം പോലുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ വിധിക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. 2024 ഫെബ്രുവരിയിൽ സ്വവർഗഭോഗം ചെയ്തതിന് 13 പേർക്ക് വധശിക്ഷ വിധിച്ചു. 2024 മെയ് മാസത്തിൽ ഹൂതികളുടെ നേതൃത്വത്തിലുള്ള ഒരു കോടതി സൗദി സഖ്യവുമായി സഹകരിച്ചുവെന്ന് ആരോപിച്ച് 44 പേർക്ക് വധശിക്ഷ വിധിച്ചു. യമനിൽ നിലവിൽ വെടിവെച്ചുള്ള വധശിക്ഷ മാത്രമാണ് ഉപയോഗിക്കുന്നതായി അറിയപ്പെടുന്നുള്ളത്. കല്ലെറിനുള്ള ശിക്ഷ, തൂക്കിലേറ്റൽ, ശിരച്ഛേദം എന്നിവയും യമൻ ശിക്ഷാ നിയമത്തിൽ അനുവദനീയമാണ്. എന്നിരുന്നാലും നൂറ്റാണ്ടുകളായി കല്ലെറിനുള്ള ശിക്ഷ നടപ്പാക്കിയതായി അറിവില്ല. വധശിക്ഷയുടെ സാധാരണ നടപടിക്രമം പ്രതിയെ നിലത്തോ അല്ലെങ്കിൽ ഒരു പരവതാനിയിലോ കമഴ്ത്തിക്കിടത്തുക എന്നതാണ്. അതിനുശേഷം ഒരു എക്സിക്യൂഷണർ ഓട്ടോമാറ്റിക് റൈഫിൾ ഉപയോഗിച്ച് ഹൃദയത്തെ ലക്ഷ്യമിട്ട് ഒന്നിലധികം വെടിയുണ്ടകൾ പുറകിൽ നിന്ന് ഉതിർത്ത് ശിക്ഷ നടപ്പാക്കുന്നു. ഹൃദയഭാഗം ഒരു മെഡിക്കൽ പ്രൊഫഷണൽ മുൻകൂട്ടി അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ പ്രതിക്ക് ഒരു അധിക ഹുദൂദ് കുറ്റം കൂടി കണ്ടെത്തിയാൽ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ചാട്ടവാറടിക്ക് വിധേയമാക്കാം. യമനിൽ സ്വകാര്യവും പരസ്യവുമായ വധശിക്ഷകൾ അനുവദനീയമാണ്. പ്രായപൂർത്തിയാകാത്തവരുടെ വധശിക്ഷയെക്കുറിച്ച് ഗുരുതരമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. യമനിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളെ അവസാനമായി ഔദ്യോഗികമായി വധിച്ചത് 1993 ജൂലൈ 21-നാണ്. അന്ന് 13 വയസ്സുകാരനായ നസീർ മുനീർ നാസർ അൽ കിർബിയെയും മറ്റു 3 പേരെയും
കൊലപാതകം, ഹൈവേ കൊള്ള എന്നീ കുറ്റങ്ങൾക്ക് സനയിൽ തൂക്കിലേറ്റി. ഇതേ തുടർന്ന് യമൻ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് അടുത്ത വർഷം തങ്ങളുടെ ശിക്ഷാ നിയമത്തിൽ ഭേദഗതി വരുത്തി കുറ്റം ചെയ്യുമ്പോൾ 18 വയസ്സിന് താഴെയുള്ളവർക്ക് വധശിക്ഷ നിരോധിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഭൂരിഭാഗം യമനികൾക്കും ജനന സർട്ടിഫിക്കറ്റുകൾ ലഭ്യവുമല്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 2006 സിവിൽ ജനന രജിസ്ട്രേഷൻ നിരക്ക് 22.6%. കൂടാതെ പ്രതികളുടെ പ്രായം കൃത്യമായി നിർണ്ണയിക്കാൻ യമൻ നിയമവ്യവസ്ഥയ്ക്ക് വളരെ പരിമിതികളുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികളെ യമനിൽ ഇപ്പോഴും വധിക്കുന്നതായി നിരവധി റിപ്പോർട്ടുകളുണ്ട്. ഇബ് സ്വദേശിയായ മുഹമ്മദ് താഹർ താബത്ത് സുമൂമിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധേയമായ കേസ് ഇതിനുദാഹരണമാണ്. 1999 ജൂണിൽ നടന്ന ഒരു കൊലപാതകത്തിന് ഇദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തുകയും 2001 സെപ്റ്റംബറിൽ വധശിക്ഷ വിധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ശിക്ഷ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ സ്ഥിരീകരിക്കുകയും മുൻ പ്രസിഡന്റ് അലി അബ്ദുള്ള സാല് അംഗീകരിക്കുകയും ചെയ്തു. കുറ്റം ചെയ്യുമ്പോൾ സുമൂമിന് 13 വയസ്സായിരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വധശിക്ഷയുടെ കേസ് 2011 ഫെബ്രുവരിയിലെ യൂറോപ്യൻ പാർലമെന്റ് യമനിലെ മനുഷ്യാവകാശ സാഹചര്യത്തെക്കുറിച്ചുള്ള പ്രമേയത്തിൽ പ്രത്യേക ഊന്നൽ നൽകി. പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികളെ വധിക്കുന്നതിന് പുറമെ അന്യായമായ വിചാരണകൾക്ക് ശേഷം വധശിക്ഷകൾ വിധിക്കുന്നതിലും മനുഷ്യാവകാശ സംഘടനകൾ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധികാരികൾ ചിലപ്പോൾ സമ്മർദ്ദം ചെലുത്തി കുറ്റസമ്മതങ്ങൾ നേടിയെടുക്കുന്നതായി ആരോപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കഠിനമായ മർദ്ദനം, ദീർഘനേരം തൂക്കിയിടൽ, ബലാത്സംഗ ഭീഷണികൾ, ഒറ്റപ്പെട്ട തടവ്, ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അപര്യാപ്തമായ ലഭ്യത തുടങ്ങിയ മാർഗങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നതായി പറയുന്നു. യമനിലെ ഗോത്ര നിയമങ്ങൾക്കും വലിയ അധികാരമുണ്ട്. ഗോത്ര തലവന്മാർക്ക് നിയമത്തിന് മുകളിലാണ് സ്ഥാനം. സാധാരണ ശരീഅത്ത് നിയമമനുസരിച്ച് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ദിയാധനം വാങ്ങിയോ അല്ലാതെയോ ക്ഷമിച്ചാൽ വധശിക്ഷ ഒഴിവാക്കപ്പെടും. എന്നാൽ ഈ നിയമത്തിന് എപ്പോഴും ഒരു പ്രായോഗികത ലഭിക്കാറില്ല. ഹൂതികൾ തങ്ങളുടെ സ്വാധീന മേഖലകളിൽ പ്രതികാര നടപടികളിൽ വലിയ ക്രൂരതകൾ കാണിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്.